Hi all, welcome to another lecture of Engineering Thermodynamics, and in today's video we will be discussing some numerical problems based on steam tables. So without any delay we will move forward. Here is our first question. Find the saturation temperature, changes in specific volume and entropy during evaporation and the latent heat of vaporization of steam at 10 bars. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടു. അപ്പോൾ നമ്മളോട് ചോദിച്ചു, നമുക്ക് ആകെ തന്നിട്ടുള്ള കാര്യം എന്താണ്? സ്റ്റീമിൻ്റെ പ്രഷറാണ് തന്നിട്ടുള്ളത്. പ്രഷർ തന്നിട്ടുള്ളത് 10 ബാറിലാണ്. സി ദിസ് ഇസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. നമുക്ക് സ്റ്റീം ടേബിൾ ഒന്ന് പരിചയമാവാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം അനലൈസ് ചെയ്യുന്നേ ഉള്ളൂ. സോ നമുക്ക് തന്നിട്ടുള്ളത് ആകെ എന്താ? പ്രഷർ 10 ബാർസ് ആണ്. ഇങ്ങനെ 10 ബാർസിലാണ് പ്രഷർ എങ്കിൽ വാട്ട് ഈസ് ദി സാച്ചുറേഷൻ ടെമ്പറേച്ചർ? വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ സ്പെസിഫിക് വോളിയം? ചേഞ്ച് ഇൻ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ VFG ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താ? ആൻഡ് ലാറ്റന്റ് ഹീറ്റ്, ചേഞ്ച് ഇൻ സ്പെസിഫിക് വോളിയം, ചേഞ്ച് ഇൻ എൻട്രോപ്പി, സ്പെസിഫിക് വോളിയം ആൻഡ് എൻട്രോപ്പി എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഡ്യൂറിങ് ഓപ്പറേഷൻ, ആൻഡ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് സ്റ്റീം അറ്റ് 10 ബാർ. അപ്പോൾ ഇതിൻ്റെ ഒക്കെ വാല്യൂസ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. ഇറ്റ് ഈസ് എ വെരി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യണം? സ്റ്റീം ടേബിൾ എടുക്കണം. നമുക്ക് ആകെ തന്നിട്ടുള്ള വാല്യൂ എന്താ? 10 ബാർസ് ആണ്. അപ്പോൾ ബാറിൽ തന്നുകൊണ്ട് പ്രഷർ ടേബിളാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? പ്രഷർ ടേബിൾ എടുക്കണം. അപ്പോൾ പ്രഷർ ടേബിൾ, ഇത് ഫസ്റ്റത്തേത് ടെമ്പറേച്ചർ ടേബിൾസ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യണം? പ്രഷർ ടേബിൾ എടുക്കുക. സോ ഐ വിൽ ടേക്ക് മൈ പ്രഷർ ടേബിൾ ആൻഡ് പ്രഷർ ടേബിളിൽ ബാർസിലാണ് പ്രഷർ. 10 ബാർസ് എവിടെ വരുന്നു നോക്കുക. സോ ഇവിടെ ഒക്കെ 0.1 അങ്ങനത്തെ രീതിയിലാണ്. ഹിയർ ഇറ്റ് ഇസ് 2 ആൻഡ് യു ക്യാൻ സി 10 ബാർസ് എന്ന് പറഞ്ഞു വരുന്നത് നമുക്കിതേ ഈ ഒരു ലൈനാണ് നമുക്ക് 10 ബാർസിൽ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ഓരോന്ന് നോക്കാം. 10 ബാർസിൻ്റെ കേസിൽ ഫസ്റ്റ് വൺ ടെമ്പറേച്ചറാണ് അല്ലേ? എന്താണ്? സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അത് എത്ര തന്നിട്ടുള്ളത്? 179.9. സോ മൈ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഈസ് 179.9 ഡിഗ്രി സെൽഷ്യസ്. ഒന്നിൻ്റെ ആൻസർ ആയില്ലേ? ആയി. VFG ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. VFG എന്ന് പറഞ്ഞാൽ VG മൈനസ് VF ആണ്. അപ്പോൾ VG വാല്യൂം VF വാല്യൂം 10 ബാറിന് കറസ്പോണ്ടിങ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ് VF ആണ്, അടുത്തതാണ് VG ആൻഡ് VF. അപ്പോൾ ദിസ് വാല്യൂ മൈനസ് ദിസ് വാല്യൂ, VG മൈനസ് VF. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതാണ്ട് ഓരോന്ന് VG ഗിവൺ വാല്യൂ VG ഇതാണ്, VF ഇതാണെന്ന് പറഞ്ഞിട്ട് ഓരോന്ന് എഴുതുക. ദെൻ വി വിൽ ഫൈൻഡ് VFG. അപ്പോൾ ഞാനിതെല്ലാം കൂടെ നമുക്ക് പരിചയമാവാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? എല്ലാം കൂടെ ഒറ്റ സ്റ്റെപ്പായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ആൻഡ് ഹെൻസ് ഇത് നമ്മൾ ഡിഫറൻസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. സോ വൺസ് ഇഫ് യു ആർ ഡൂയിങ് യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.193173. യൂണിറ്റ് എഴുതാൻ മറക്കരുത്, മീറ്റർ ക്യൂബ് പെർ കെൽവിൻ. അപ്പോൾ നിങ്ങൾ ഓരോ VGയും VFും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എഴുതുമ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് എഴുതാൻ നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുത്. സിമിലർ ആണ് SFG. എന്ത് ചെയ്യണം? 10 ബാറിൻ്റെ എൻട്രോപ്പി ഏതാന്ന് നോക്കണം. എൻട്രോപ്പി ഇവിടെ നമുക്ക് SFG ഓൾറെഡി തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 4.445. സോ ഇറ്റ് ഈസ് ഗിവൺ 4.445 കിലോ ജൂൾസ് പെർ കിലോഗ്രാം കെൽവിൻ ഈസ് ദ യൂണിറ്റ്. ആൻഡ് LHV എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ റെപ്രസെൻറ്റ്സ് HFG അല്ലേ? സോ 10th HFG വാല്യൂ ഈസ് 2013.6. That is 2013.6 this much kilojoule per kilogram. എല്ലാ ചോദ്യത്തിൻ്റെ ആൻസർ. ഇപ്പോൾ നമുക്ക് 10 ബാർ കിട്ടുന്നതോടുകൂടി ഈ സ്റ്റീം ടേബിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് കിട്ടി. സോ ദിസ് വാസ് എ സിമ്പിൾ പ്രോബ്ലം. സ്റ്റീം ടേബിൾ എങ്ങനെ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നുള്ളൂ. Now we will go for another problem. Here is our second question. Find the specific volume of steam at 12 bar absolute when the condition of steam is, first one, wet steam with dryness fraction 0.9, and second one, dry saturated steam, and third one, superheated to the temperature of 300 degrees Celsius.
സോ അടുത്ത പ്രോബ്ലം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് തന്നത് എന്താ വെച്ചാൽ പ്രഷറിൻ്റെത് കോമൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് 12 ബാർ. അപ്പോൾ ഇത് തന്നോടുകൂടി നമുക്ക് പ്രഷർ ടേബിളാണ് നോക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി. പ്രഷറിൻ്റെ കേസ് 12 ബാർ ആണ്. എന്നിട്ട് 2 കണ്ടീഷനാണ് തന്നിട്ടുള്ളത്. ഒന്നാമത്തെ കണ്ടീഷൻ പറഞ്ഞത് വെറ്റ് സ്റ്റീമാണ്. വെറ്റ് സ്റ്റീം എന്ന് പറയുമ്പോൾ എന്താണ് ആക്ച്വലി ആ ഡോം സ്ട്രക്ചറിൻ്റെ ഉള്ളിലുള്ള ഏരിയയാണ് വെറ്റ് സ്റ്റീം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ അതിൻ്റെ ഡ്രൈനെസ് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട് 0.9 ആണ്. ഓക്കെ, അപ്പോൾ എന്നിട്ട് അവർ ചോദിക്കുന്നത് എന്താ, സ്പെസിഫിക് വോളിയം ഓഫ് സ്റ്റീം ഈസ് ടു ബി ഫൗണ്ട്. അതാണ് ചോദിക്കുന്നത്. അത് വെറ്റ് സ്റ്റീം അറ്റ് എക്സ് ഈക്വൽ ടു 0.9 ആണെങ്കിൽ, രണ്ടാമത്തെ കണ്ടീഷൻ അവർ പറയുന്നത് അത് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ആണെങ്കിൽ, ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം ആണെങ്കിൽ എന്ന് പറഞ്ഞിട്ട്, ആൻഡ് തേർഡ് വൺ അവർ പറഞ്ഞിട്ടുള്ളത് സൂപ്പർ ഹീറ്റഡ് ആണ്. സൂപ്പർ ഹീറ്റഡ് കേസ് ആണെങ്കിൽ, സൂപ്പർ ഹീറ്റഡ് ടു എ ടെമ്പറേച്ചർ ഓഫ് 300 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ, ഇങ്ങനെ 3 കണ്ടീഷൻസ് ആണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ തന്നിട്ടുള്ളത് എന്താ, പ്രഷർ തന്നിട്ടുണ്ട് 12 ബാറാണ്. പിന്നെ ഓരോ കേസിന് ഇതിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ 0.9, ഇവിടെ സൂപ്പർ ഹീറ്റഡ് ടെമ്പറേച്ചർ 300 ഡിഗ്രി സെൽഷ്യസ്, ഇവിടെ സാച്ചുറേറ്റഡ് കണ്ടീഷനാണ്, അത് നമുക്ക് അറിയാം. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതാണ്. നമുക്ക് സ്പെസിഫിക് വോളിയം കാണണം. സോ ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാം. വെറ്റ് സ്റ്റീമാണ്. അപ്പോൾ വെറ്റ് സ്റ്റീം ആയതുകൊണ്ട് തന്നെ ഡോം സ്ട്രക്ചറിൻ്റെ ഉള്ളിലെ ഏരിയ ആയിരിക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് സ്പെസിഫിക് വോളിയത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് വോളിയം അറ്റ് ദ ഫ്ലൂയിഡ് പ്ലസ് ഡ്രൈനെസ് ഫ്രാക്ഷൻ ഇൻറ്റു സ്പെസിഫിക് വോളിയം അറ്റ് ഗ്യാസ് മൈനസ് സ്പെസിഫിക് വോളിയം ഓഫ് ഫ്ലൂയിഡ്. ഇങ്ങനെയല്ലേ നമ്മുടെ ഇക്വേഷൻ പഠിച്ചത്? അതെ. ഈ വി എഫും വി ജിയും വാല്യൂ എങ്ങനെ നമ്മൾ കാണേണ്ടത്, 12 ബാറിൻ്റെ വാല്യൂസ് നോക്കിയിട്ട് വി എഫും വി ജിയും കാണുക. സോ പ്രഷറിൻ്റെ കേസ് ഇതാണ്. 12 ഇത് പ്രഷർ ടേബിളാണ്. 12 ബാറിൻ്റെ വി എഫും വി ജിയാണ് നമ്മൾ കാണേണ്ടത്. സോ ദീസ് 2 ആർ ദോസ് വാല്യൂസ്. സോ ഞാൻ ആ വാല്യൂസ് കറക്റ്റ് എഴുതുന്നുണ്ട്. വി എഫ് വാല്യൂ ഈസ് 0.001 and then comes 139. It is specific value, specific volume, so meter cube per kilogram. And VG എന്ന് പറയുന്നത് it is 0.16321. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആയി കഴിഞ്ഞാൽ എന്തായി, എനിക്ക് ഇവിടുത്തെ ആൻസർ ആവും ചെയ്യും. സോ ഇഫ് ഐ എം ഇക്വേറ്റിംഗ് ദിസ് ഇക്വേഷൻ വി എഫ് പ്ലസ് എക്സ് ടൈംസ് വി ജി മൈനസ് വി എഫ് എന്നുള്ളത് ഞാൻ അതുപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സോ വി ഈസ് ഈക്വൽ ടു 0.001139 പ്ലസ് എക്സിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 0.9 ആണ്. 0.9 ഇൻറ്റു വി ജി മൈനസ് വി എഫ് 0.16321 മൈനസ് 0.001139. അപ്പോൾ നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്പെസിഫിക് വോളിയത്തിൻ്റെ ആൻസർ കിട്ടും. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇറ്റ് ഈസ് 0.147003. സ്പെസിഫിക് വോളിയമാണ്, അതുകൊണ്ട് യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. യൂണിറ്റ് ഒരിക്കലും എഴുതാൻ മറക്കരുത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ കണ്ടീഷൻ ആൻസർ നമുക്കായി. ഇനി രണ്ടാമത് പറയുന്നത് എന്താ, ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ, ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം. അതായത് സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ ലൈനാണ് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീം. അപ്പോൾ അവിടുത്തെ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയായിരിക്കും, സ്പെസിഫിക് വോളിയം ഓഫ് ഗ്യാസ് ആയിരിക്കും. നമ്മളത് ആ ടേബിളിൽ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ. ഇതിൻ്റെ താഴെയാണെങ്കിൽ, ഈ ഏരിയ ആണെങ്കിൽ നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കണം. ഇതിൻ്റെ താഴെയാണെങ്കിൽ, ഐ മീൻ ഇതേ ഏരിയയിലാണെങ്കിൽ നമുക്കത് പറയാം സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റഡ് സ്റ്റീമിൻ്റെ അതേ സ്പെസിഫിക് വോളിയം തന്നെ. ഇതിൻ്റെ മുകളിലാണെങ്കിൽ സൂപ്പർ ഹീറ്റഡ് ടേബിൾ നമ്മൾ നോക്കണം. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞത് ഡ്രൈ സാച്ചുറേറ്റഡ് സ്റ്റീമാണ്. സോ എന്താണ് വി ജിയുടെ വാല്യൂ ആ ഒരു പർട്ടിക്കുലർ പ്രഷറിൽ, ഇറ്റ് ഈസ് 0.16321 ദിസ് മച്ച് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഇത് തന്നെയാണ് രണ്ടാമത്തിൻ്റെ ആൻസർ. ഇനി മൂന്നാമത്തതാണ് എന്ത്, സൂപ്പർ ഹീറ്റഡ് ആണ് അറ്റ് 300 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ടെമ്പറേച്ചർ ഉള്ളത് എത്രയാണ്, 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇതിപ്പോൾ ക്വസ്റ്റ്യനിൽ സൂപ്പർ ഹീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സൂപ്പർ ഹീറ്റഡ് ആണോ നമ്മളെങ്ങനെ ചെക്ക് ചെയ്യുക, നമുക്ക് പറയാം. 12 ബാറാണ് പ്രഷർ തന്നത് അല്ലേ. ആ നേരത്തുള്ള സാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്രയാണ്,
സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 188 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ അവൈലബിൾ ആയ ടെമ്പറേച്ചറിനെക്കാട്ടും വളരെ കുറവാണ്. അതായത് ഇത് നല്ല ടെമ്പറേച്ചർ കൂടിയ കേസാണ്. സോ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇൻ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ എനിക്കറിയാം 12 ബാറാണ് പ്രഷറെങ്കിൽ അതിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 188 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ അത് സാച്ചുറേറ്റഡ് കണ്ടീഷൻ അല്ല, സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനാണ്. ദാറ്റ് ഈസ് 300 ഡിഗ്രി സെൽഷ്യസ്. എങ്കിൽ അതിൻ്റെ വി കാണാനാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർ ഹീറ്റഡിൻ്റെ ടേബിൾ നോക്കണം. സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, അതിൻ്റെ സ്പെസിഫിക് വോളിയം. സൂപ്പർ ഹീറ്റഡിൻ്റെ എൻതാൽപ്പിയും അടുത്ത 2 പേജ് കഴിഞ്ഞാൽ വരും. സൂപ്പർ ഹീറ്റഡിൻ്റെ എൻട്രോപ്പി ആ എൻതാൽപ്പി കഴിഞ്ഞതിന് ശേഷം വരും ചെയ്യും. അപ്പം ഞാനിവിടെ നോക്കുക, നമുക്ക് പ്രഷർ എത്ര തന്നിട്ടുള്ളത്? 12 ബാറാണ് പ്രഷർ തന്നിട്ടുള്ളത്. സോ പ്രഷർ 12 ബാർ എവിടെ നോക്കുക? സുധാ പ്രഷർ 12 ബാർ 188 ഈ ഒരു ലൈനാണ് ഞാൻ എടുക്കേണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു ലൈൻ പോലെ ഇങ്ങനെ കീപ്പ് ചെയ്യുക, സോ ദാറ്റ് ഇത് തെറ്റാതിരിക്കാൻ. സോ ഞാനിപ്പോൾ 120 188 എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ലൈൻ അതുപോലെ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് എൻ്റെ വാല്യൂസ് മാറാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അങ്ങനെ കീപ്പ് ചെയ്യുന്നു. ഇപ്പോൾ 120 സാച്ചുറേഷൻ ടെമ്പറേച്ചർ 188 നമുക്ക് കിട്ടിയതാണ്. ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്താ? പല ഡിഗ്രിയാണ്. അതായത് 188 ആണ് അതിൻ്റെ ടെമ്പറേച്ചർ, സാച്ചുറേഷൻ ടെമ്പറേച്ചർ എങ്കിൽ നമ്മളോട് ഇപ്പോൾ അവർ പറഞ്ഞത് എത്രയാണ്? 300 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ആ 300 ഡിഗ്രി സെൽഷ്യസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെസിഫിക് വാല്യൂ എത്ര? 0.2139 0.2139 അല്ലേ? ഇതാണ് സ്പെസിഫിക് വോളിയം തന്നിട്ടുള്ളത്. സോ ഞാൻ ആ ഫ്രം സ്റ്റീം ടേബിൾ ഐ ഗെറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു 0.2139. ഇത്രയും മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? മൂന്നാമത്തിൻ്റെയും ആൻസറായി. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. സ്റ്റീം ടേബിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലംസ് എല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഇത് എവിടെ നോക്കണം, എവിടെ തിരിക്കണം എന്ന് നിങ്ങൾക്ക് അറിയണം എന്നേ ഉള്ളൂ. ഇനി ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ VF VG ഒക്കെ നിങ്ങൾ എഴുതുമ്പോൾ അറ്റ് 12 ബാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് വെറുതെ ഇങ്ങനെ ഇത് മാത്രം എഴുതി വെക്കരുത്. ഫ്രം സ്റ്റീം ടേബിൾ എന്നുള്ള ടേമും കൂടെ എഴുതി വെക്കുക. ഫ്രം സ്റ്റീം ടേബിൾ അല്ലെങ്കിൽ ഫ്രം സാച്ചുറേഷൻ പ്രഷർ ടേബിൾ അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് ടെമ്പറേച്ചർ ടേബിൾ. ഇവിടെയാണെങ്കിൽ ഫ്രം സൂപ്പർ ഹീറ്റഡ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ടേബിളിൻ്റെ പേരും അല്ലെങ്കിൽ ഫ്രം സ്റ്റീം ടേബിൾ എന്ന് കൃത്യമായി എഴുതിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ വാല്യൂസ് കാണിക്കാൻ. സോ ദാറ്റ്സ് ഓൾ. ദിസ് ഈസ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. നൗ യു വിൽ ലുക്ക് ഓൺ ടു അനദർ ക്വസ്റ്റ്യൻ. Here is our next problem. Find the volume, enthalpy and internal energy of steam. For first condition 500 kilopascal and 0.75 dry, and the second condition 1 megapascal and 425 degrees Celsius. സോ മൂന്നാമത്തെ പ്രോബ്ലം ഇറ്റ്സ് എ ബിറ്റ് ടിപ്പിക്കൽ പ്രോബ്ലം. അത് ഒന്ന് ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യാനുള്ളതാണ്. സോ നൗ വി ആർ ഗെറ്റിംഗ് ഇൻ ടു ദി സെക്ഷൻ ഓഫ് പ്രോബ്ലംസ്. കുറച്ചുകൂടെ ഡീപ്പറായിട്ട് നമ്മൾ പ്രോബ്ലങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ട്. സോ മൂന്നാമത്തെ ചോദ്യം തന്നിട്ടുള്ളത് എന്തായിരുന്നു? ദേ ഹാവ് ആസ്ക്ഡ് us ടു ഫൈൻഡ് ദി വോളിയം, എൻതാൽപ്പി ആൻഡ് ഓൾസോ ഇൻറ്റേർണൽ എനർജി. ഇതൊക്കെ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ്? 2 കേസിനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കേസ് പറഞ്ഞത് 500 കിലോ പാസ്കൽ 500 കിലോ പാസ്കൽ ആൻഡ് ഇറ്റ് ഈസ് 0.75 ഡ്രൈ. രണ്ടാമത്തെ കണ്ടീഷൻ പ്രഷർ ഈസ് 1 മെഗാ പാസ്കൽ ആൻഡ് 425 ഡിഗ്രി സെൽഷ്യസ്. ഈ 2 കേസിനുള്ള വോളിയം, എൻതാൽപ്പി ആൻഡ് ഇൻറ്റേർണൽ എനർജി വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ഫസ്റ്റത്തെ കേസ് ശ്രദ്ധിക്കുക. ഇത് രണ്ടും സെപ്പറേറ്റ് ആണ്. ഒന്ന് പ്രഷർ ആൻഡ് ഡ്രൈനെസ് ഫ്രാക്ഷൻ, ഇവിടെ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് ഈ ഒറ്റ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ നമ്മൾ ആദ്യത്തെ കേസ് എടുക്കുന്നു. ആദ്യത്തെ കേസിൽ പ്രഷർ തന്നിട്ടുള്ളത് എത്രയാണ്? 500 കിലോ പാസ്കലാണ്. നമുക്കറിയാം നമ്മുടെ സ്റ്റീം ടേബിളിൽ യൂണിറ്റ് തന്നിട്ടുള്ളത് ബാർസിലാണ്. അപ്പോൾ കിലോ പാസ്കലിൻ്റെ 500 എടുത്തിട്ട് നമ്മൾ സ്റ്റീം ടേബിളിൽ നോക്കാൻ നിന്നാൽ നമുക്ക് എല്ലാം തെറ്റും, നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇതിനെ ബാറിലേക്ക് ആക്കണം. അപ്പോൾ 1 ബാർ എന്ന് പറഞ്ഞാൽ എന്താ?
1 ബാർ, ഇതൊക്കെ നമ്മൾ യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ക്ലാസ്സസ് നമ്മൾ പറയുന്നു. 1 ബാർ മീൻസ് 10 to the power 5 പാസ്കൽ എന്നാണ്. സോ കിലോ പാസ്കൽ ആണെങ്കിൽ ഐ ക്യാൻ സേ 1 ബാർ ഇസ് ഈക്വൽ ടു 10 to the power 2 കിലോ പാസ്കൽ. 10 to the power 2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 100 കിലോ പാസ്കൽ. കിലോ എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ, 3 ആൻഡ് 2 ഇവിടുത്തെ 0 കൂടെ കൂട്ടുമ്പോൾ ഇറ്റ് ഈസ് 5. സോ അപ്പോൾ 500 കിലോ പാസ്കൽ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി 5 ബാർസ്. ക്ലിയർ ആണല്ലോ? സോ ദിസ് മീൻസ് ഇറ്റ് ഈസ് 5 ബാർ, പ്രഷർ 5 ബാർ ആണെന്ന് തന്നു. പിന്നെ ഡ്രൈനെസ് ഫ്രാക്ഷൻ ആണ് തന്നിട്ടുള്ളത്, ദാറ്റ് ഈസ് 0.75 ഡ്രൈ ആണ്, അത്രയും ഡ്രൈ ആണ് എന്നാണ്. കാരണം ഇത്രയും പാർട്ട് വേപ്പറാണ്, വെറ്റ്നെസ് അല്ല എന്ന മീനിങ് ആണ് ഡ്രൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ എക്സ് വാല്യൂ ഇസ് ഗിവൺ 0.75. അപ്പോൾ നമുക്ക് എന്തറിയാം? പ്രഷർ പി തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ 0.75 ഡ്രൈ ആണെങ്കിൽ പിന്നെ നമുക്ക് വോളിയം കാണാനുള്ള ഇക്വേഷൻ എന്താ? സ്പെസിഫിക് വോളിയം കാണാനുള്ള ഇക്വേഷൻ ആണ്. സോ സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് വി എഫ് പ്ലസ് എക്സ് ടൈംസ് വി എഫ് ജി അല്ലേ? വി എഫ് ജി എന്ന് പറഞ്ഞാൽ വി ജി മൈനസ് വി എഫ്. അതേപോലെ എൻതാൽപ്പിയുടെ ഇക്വേഷൻ എന്താ? എൻതാൽപ്പി ഈസ് ഈക്വൽ ടു ഇറ്റ് വിൽ ബി എച്ച് എഫ് പ്ലസ് എക്സ് ടൈംസ് എച്ച് എഫ് ജി. ആൻഡ് ഇൻറ്റേർണൽ എനർജിക്ക് വരുന്നതിൻ്റെ മുന്നേ നമുക്കിത് നോക്കാം. അപ്പോൾ ഞാൻ ടേബിൾ എടുക്കുന്നു, ടേബിൾ അറ്റ് 5 ബാർ പ്രഷർ. അപ്പോൾ പ്രഷർ ടേബിളാണ് ഞാൻ എടുക്കേണ്ടത്, ടെമ്പറേച്ചർ ടേബിൾ അല്ല. സോ ഐ ആം ടേക്കിംഗ് പ്രഷർ ടേബിൾ അറ്റ് 5 ബാർ. ദിസ് ഈസ് 5 ബാർ, ഏറ്റവും ലാസ്റ്റ് ലൈനാണ് 5 ബാർ. അപ്പോൾ എനിക്ക് എൻതാൽപ്പി കാണണം, സ്പെസിഫിക് വോളിയം കാണണം. അപ്പോൾ അതിൻ്റെ ഒക്കെ വാല്യൂസ് ആദ്യമേ എഴുതി വെക്കുക. വി എഫ് വാല്യൂ, വി ജി വാല്യൂ, എച്ച് എഫ് വാല്യൂ, എച്ച് എഫ് ജി വാല്യൂ, എച്ച് ജി വാല്യൂ. അതിൽ എച്ച് ജി എച്ച് എഫ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, എച്ച് എഫ് ജി ഉള്ളതുകൊണ്ട് ആ വാല്യൂ മാത്രം എഴുതിയാൽ മതി. സോ ആ വാല്യൂ നമുക്ക് നോട്ട് ചെയ്യാം. സോ അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് ഞാൻ സ്റ്റീം ടേബിൾ നോക്കിയിട്ട് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ യൂണിറ്റ്സും പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ദീസ് ഇക്വേഷൻസ് യു വിൽ ഗെറ്റ് ദ സ്പെസിഫിക് വോളിയം ടു ബി അപ്രോക്സിമേറ്റ്ലി 0.281 എന്ന് വേണമെങ്കിൽ പറയാം. അത് ഒരു ഡെസിമൽസ് കുറേ ഉണ്ട്, അത് നിങ്ങൾ കറക്റ്റ് കാൽക്കുലേറ്റർ നോക്കിയിട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയിട്ട് കാണിക്കുക എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ. ആൻഡ് എൻതാൽപ്പി ഇതേപോലെ നമ്മൾ ഇക്വേഷൻസിൽ ഇട്ട് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 2220.65 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. സോ ദീസ് ആർ മൈ ആൻസേഴ്സ് ഫോർ വോളിയം ആൻഡ് എൻതാൽപ്പി ഇൻ ദ ഫസ്റ്റ് കേസ്. ഇനി എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇൻറ്റേർണൽ എനർജി കാണണം. ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ യു അല്ലേ? സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടില്ല? സ്റ്റീം ടേബിളിൽ നിന്ന് കിട്ടില്ല. ബട്ട് വി നോ ദാറ്റ് എച്ച് ഈസ് ഈക്വൽ ടു യു പ്ലസ് പി വി എന്നാണെന്ന് നമുക്കറിയാം. അറിയില്ലേ? അപ്പോൾ എച്ച് വാല്യൂ നമുക്കറിയാം, പ്രഷർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ആൻഡ് വി വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ എനിക്കിതിന്ന് യു കണ്ടുകൂടെ? സോ ദെർഫോർ യു ഈസ് ഈക്വൽ ടു എച്ച് മൈനസ് പി വി എന്ന് എനിക്ക് എഴുതാം. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ എത്ര? എച്ചിൻ്റെ വാല്യൂ ഞാൻ എന്താ ഇവിടെ കണ്ടിട്ടുണ്ട്. ആ എച്ചിൻ്റെ വാല്യൂ 2220.65 മൈനസ് പിയുടെ വാല്യൂ എത്ര? പി 5 ബാറാണ്. അപ്പോൾ നമ്മൾ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എപ്പോഴും കിലോ പാസ്കൽ അല്ലെങ്കിൽ പാസ്കൽ എന്നുള്ള യൂണിറ്റാണ് എസ് ഐ യൂണിറ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇക്വേഷൻസിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ഐ യൂണിറ്റ് ആക്കണം. സോ 500 തന്നെ ഇടുന്നത്, അതായത് ആ കിലോ കൺസെപ്റ്റ് അവിടെ തന്നെ നിന്നോട്ടെ. ഇൻറ്റു വി സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.281. അതങ്ങനെ നീണ്ടു പോകുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് 0.281, 265 അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ്. സോ ലെറ്റ് us റൈറ്റ് ഡൗൺ ആസ് 0.281 അപ്രോക്സിമേറ്റ്ലി. സോ എച്ച് മൈനസ് പി വി ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഐ വിൽ ഗെറ്റ് ദ ഇൻറ്റേർണൽ എനർജി വാല്യൂസ് 2080. അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് 2080 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. രണ്ടിൻ്റെയും യൂണിറ്റ് എന്താണ്? സെയിം ആണ്. സോ ഐ ഗോട്ട് ദി ഇൻറ്റേർണൽ എനർജി ഫോർ ദിസ് കേസ്. അപ്പോൾ അതോടുകൂടി എന്തായി? എൻ്റെ ഫസ്റ്റ് കേസ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തീർത്തു. ഇനി നമുക്ക് രണ്ടാമത്തെ കേസ് നോക്കാം. സോ രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് പ്രഷർ 1 മെഗാ പാസ്കലാണ് ആൻഡ് ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് 425 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, ഇനി ഇതിൽ ശ്രദ്ധിക്കാനുള്ളത് 1 മെഗാ പാസ്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 10 to the power 6 പാസ്കൽസ് അല്ലേ? 10 to the power 6 പാസ്കൽ എന്നാണ്. 10 to the power 5 ആണെങ്കിൽ ഇറ്റ് ഈസ് 1 ബാർ. അപ്പോൾ ഇവിടെ ബാക്കിയൊരു 10 കൂടെ ഉണ്ട്. സോ ഇറ്റ് ഈസ് ഇങ്ങനെ പറയാം, 10 × 10 to the power 5 പാസ്കൽസ്. അതാണല്ലോ 10 to the power 6. 10 to the power 5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബാർ. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 ബാർസ്. ഇതാണ് എൻ്റെ പ്രഷർ.
അപ്പോൾ പ്രഷർ എനിക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 10 ബാറാണ്. അപ്പോൾ ഞാൻ 10 ബാർ സ്റ്റീമിൻ്റെ പ്രഷർ ടേബിൾ ഞാൻ നോക്കുന്നു. 10 ബാർ, ഇതാണ് 10ൻ്റെ കേസ്. നമ്മൾ നേരത്തെ ഒരു പ്രോബ്ലത്തിന് കണ്ടതായിരുന്നു 10 ബാർ. അപ്പോൾ 10 ബാർ പ്രഷറിന് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എത്രയാണ്? 10 ബാർ പ്രഷറിൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 179.9 ഡിഗ്രി സെൽഷ്യസ്. 179.9 ഡിഗ്രി സെൽഷ്യസ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ടെമ്പറേച്ചർ എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്ന ടെമ്പറേച്ചർ 425 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനർത്ഥം അവർ ടെമ്പറേച്ചർ ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ സാച്ചുറേഷൻ ടെമ്പറേച്ചർ അല്ലേ? സോ ഇതാണ് കണ്ടീഷൻ എങ്കിൽ ഇത് എന്ത് ടൈപ്പ് സ്റ്റീമാണ്? ഇറ്റ് ഈസ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്. അപ്പോൾ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആകുമ്പോൾ നമുക്ക് ഇക്വേഷൻസ് ഉണ്ടോ? ഇല്ല. നമ്മൾ സ്റ്റീം ടേബിളിൽ സൂപ്പർ ഹീറ്റഡിൻ്റെ വാല്യൂസ് എടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ എനിക്ക് മനസ്സിലായി സൂപ്പർ ഹീറ്റഡ് സ്റ്റീമാണ്. അപ്പോൾ ഞാൻ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ടേബിളിൽ കയറിയിട്ട് സ്പെസിഫിക് വോളിയം കാണണം, എൻതാൽപ്പി കാണണം, പിന്നെ ഇൻറ്റേർണൽ എനർജി കാണണം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, സ്പെസിഫിക് വോളിയം ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം എടുത്തു. ഓക്കെ, എൻ്റെ പ്രഷർ ഇൻ ബാർസ് എത്രയാണ്? 10 ബാറാണ്. അപ്പോൾ 10 ബാർ വരുന്നത് എവിടെയെന്ന് ഞാൻ നോക്കുകയാണ്. 10 ബാർ ഇതാ ഇവിടെയാണ് എൻ്റെ 10 ബാർ വന്നിട്ടുള്ളത്. 10 ബാറാണ്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇറ്റ് വിൽ സ്റ്റാർട്ട് വിത്ത് 100, 150, 200, 250, 300, 350 അങ്ങനെ 50 റേഞ്ചസിലാണ് പോകുന്നത്. നമുക്ക് 400 ഉണ്ട്, 500 ഉണ്ട്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എത്രയാ? 425 ആണ്. അപ്പോൾ എക്സാക്റ്റ് വാല്യൂ ഇല്ല. നമുക്ക് 400ൻ്റെ വാല്യൂ ഉണ്ട്, അതേപോലെ 500ൻ്റെ വാല്യൂ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനടുത്തുള്ള ഒരു 425ൻ്റെ വാല്യൂ ആണ് അറിയേണ്ടത്. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ഇൻ്റർപൊളേഷൻ വാല്യൂ. ഇൻ്റർപൊളേഷൻ എന്നാണ് ആ മെത്തേഡിന് പറയാം, ഇൻ്റർപൊളേഷൻ. ആ മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ സ്പെസിഫിക് വോളിയം കാണുകയാണ് അറ്റ് 10 ബാർസ് ആൻഡ് അറ്റ് 425. അപ്പോൾ 425 ഡയറക്റ്റ് കിട്ടാത്തതുകൊണ്ട് നമ്മൾ 400ൻ്റെയും 500ൻ്റെയും സ്പെസിഫിക് വോളിയംസ് ആണ് ആദ്യം നമ്മൾ ഫോക്കസ് ചെയ്യുക. 400ൻ്റെയും 500ൻ്റെയും 10 ബാറുമായി കറസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 0.3065 ആൻഡ് 0.3540. ഓക്കെ, അപ്പോൾ ഞാൻ സ്പെസിഫിക് വോളിയം കാണുകയാണ്. സോ സ്പെസിഫിക് വോളിയം അറ്റ് 400 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 0.3065 ദിസ് മച്ച് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ആൻഡ് സ്പെസിഫിക് വോളിയം അറ്റ് 500 ഈസ് ഗിവൺ ആസ് 0.3540 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടി? ഫ്രം സ്റ്റീം ടേബിൾ. ക്ലിയർ? അപ്പോൾ എനിക്ക് കാണേണ്ടത് ഏതിൻ്റെയാണ്? 425ൻ്റെയാണ് കാണേണ്ടത്. അപ്പോൾ 425 ആണെങ്കിൽ 400നെക്കാട്ടിലും കൂടുതലാവൂലേ? അതെ, 400നെക്കാട്ടിലും കൂടുതലാവും. സോ സ്പെസിഫിക് വോളിയം അറ്റ് 400 പ്ലസ് ഇനി എത്ര കിട്ടണം? 25 കൂടെ കിട്ടണം. 500. ആ 500 100ൻ്റെ യാത്രൻ്റെ ഇടയിൽ 25 കൂടെ കിട്ടണം. സോ ഇറ്റ് മീൻസ് 25% ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 500 ആൻഡ് 400. സ്പെസിഫിക് വോളിയം ഓഫ് 500 400 ആ ഡിഫറൻസിൻ്റെ 25% നമുക്ക് വേണ്ടത്. ഇതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ 100ൻ്റെ ഡിഫറൻസ് ഇതാണ് വരിക. ആ 100ൽ 25 ആകുമ്പോൾ ബാക്കി 25 കിട്ടും. ക്ലിയർ ആയോ? ഇതിനെയാണ് നമ്മൾ ഇൻ്റർപൊളേഷൻ എന്ന് പറയാം. ഇൻ്റർപൊളേഷൻ. ഈ മെത്തേഡ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? 425ൻ്റെ സ്പെസിഫിക് വോളിയം കാണാൻ. സോ നമ്മൾ 10 ബാറിൻ്റെ സ്പെസിഫിക് വോളിയം അറ്റ് 400ഉം നമുക്കറിയാം, 500ഉം അറിയാം. അപ്പോൾ 400ൻ്റെയും അറിയാം, 500ൻ്റെയും അറിയാം. അപ്പോൾ നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 425 കിട്ടൂലേ? 425 കിട്ടും. അപ്പോൾ അതെങ്ങനെ ആഡ് ചെയ്യാം? 0.3065 പ്ലസ് 25/100 ഇൻറ്റു 0.3540 മൈനസ് 0.3065. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് 0.318375 മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അപ്പോൾ ഇതാണ് സ്പെസിഫിക് വോളിയം അറ്റ് 425. സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനുമാണ്. അപ്പോൾ എൻ്റെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള സ്പെസിഫിക് വോളിയം ഞാൻ കണ്ടുപിടിച്ചു.
ഇനി എൻതാൽപ്പിയോ, എൻതാൽപ്പിയും ഇതേ മെത്തേഡ് തന്നെ ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്യണം, എൻതാൽപ്പി കാണണമെങ്കിൽ സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ ആണല്ലോ, സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിൽ എൻതാൽപ്പി കാണുന്ന ടേബിൾ നോക്കുക. സ്പെസിഫിക് എൻതാൽപ്പി ഓഫ് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം. അപ്പോൾ പ്രഷർ എത്രയാണ്, 10 ബാറാണ്. 10 ബാറിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യണം, 400-ൻ്റെ 3264.4, അടുത്തത് 500-ൻ്റെ 3478.3. അപ്പോൾ എൻതാൽപ്പിയും ഞാൻ എന്ത് ചെയ്യണം, 400-ൻ്റെയും 500-ൻ്റെയും ഇടയിലുള്ള 425 കാണണമെങ്കിൽ എൻതാൽപ്പി അറ്റ് 400 പ്ലസ് 25% അല്ലെങ്കിൽ 25% ഓഫ് എൻതാൽപ്പി ഓഫ് അറ്റ് 500 മൈനസ് എൻതാൽപ്പി അറ്റ് 400 എന്ന് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആൻസർ ആവും. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിത് ഓൾറെഡി ചെയ്തതാണ്, അങ്ങനെ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻതാൽപ്പി അറ്റ് 425 എന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ ഇറ്റ് വിൽ ബി 3317.88 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. അപ്പോൾ എനിക്ക് രണ്ടാമത്തെ എൻതാൽപ്പി ചോദിച്ചു, സ്പെസിഫിക് വോളിയം ചോദിച്ചു, എൻതാൽപ്പി ചോദിച്ചു, അതും എനിക്ക് കിട്ടി. ഇനി എന്താ കാണാനുള്ളത്, ഇൻറ്റേർണൽ എനർജി. അതും സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലാണ്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി കാണാൻ ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടോ, ഇല്ല. പക്ഷെ നമുക്ക് ഇക്വേഷൻ ഇൻ ദ സെൻസ് ടീം ടേബിളിൽ നിന്ന് ഡയറക്റ്റ് കാണാൻ പറ്റില്ല, ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ എന്താ, H = U + PV. സോ U = H - PV അല്ലേ, U = H - PV എന്നാണ്. അപ്പോൾ എച്ചിൻ്റെ വാല്യൂ നമുക്കറിയാം. H വാല്യൂ അറ്റ് 425 നമ്മൾ കണ്ടുപിടിച്ചു, V വാല്യൂ അറ്റ് 425 അതും നമ്മൾ കണ്ടുപിടിച്ചു. പ്രഷർ എന്താ തന്നിട്ടുള്ളത്, പ്രഷർ 10 ബാറാണ്, പക്ഷെ അത് നമ്മൾ കിലോ പാസ്കലിലാക്കണം. 1 മെഗാ പാസ്കൽ ആയിരുന്നു തന്നത്. അപ്പോൾ ഉത്തരത്തിൽ കിലോ എന്നുള്ള ടേം വരികയാണെങ്കിൽ 6 ആകുമ്പോൾ ഇറ്റ് വിൽ ബി 100 കിലോ പാസ്കൽ 345 അല്ല 1000 കിലോ പാസ്കൽ 3456. സോ ഇറ്റ് ഈസ് മെഗാ. സോ 1 മെഗാ പാസ്കലാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിൽ H അറ്റ് 325 എടുക്കുക, മൈനസ് 425 എടുക്കുക, മൈനസ് P ഇൻറ്റു വി എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി, പ്രഷർ വിൽ ബി 1000, സ്പെസിഫിക് വോളിയം അറ്റ് 25 വി ഹാവ് ഓൾറെഡി ഫൗണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 2999.475 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. ദിസ് മച്ച് കിലോ ടേംസിലാണ് നമ്മൾ ഇത് എഴുതിയത്. സോ ദിസ് ഈസ് കിലോ ജൂൾസ് പെർ കിലോഗ്രാം. സോ ദാറ്റ്സ് ഓൾ വിത്ത് ദി ആൻസർ. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക. നിങ്ങളിത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ഈ പ്രോബ്ലം സ്വയം ട്രൈ ഔട്ട് ചെയ്യുക വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്റ്റീം ടേബിൾ. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ, ആൻസർ കിട്ടുന്നില്ല എന്ന് കണ്ടാൽ എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ആയത് നിങ്ങളുടെ വീഡിയോ ഒന്നുകൂടെ കാണുക, എവിടെയാണ് ആ സ്റ്റെപ്പ് തെറ്റിയിട്ടുള്ളത്. ഈ പാർട്ട്, അതായത് വാല്യൂസ് കണ്ടുപിടിക്കൽ മാത്രമേ നമ്മുടെ ക്ലാസ്സിൻ്റെ സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റൂ. ഇത് കാൽക്കുലേറ്ററിൽ കറക്റ്റായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യലും മൈനസ് കൊടുക്കുമ്പോൾ ഇവിടെ ബ്രാക്കറ്റ് കേസിൻ്റെ കാര്യമൊക്കെ അതൊക്കെ നിങ്ങൾ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. വാല്യൂസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എങ്കിൽ അതിന് നിങ്ങൾ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. സോ നമ്മളിപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു പ്രോബ്ലമാണ് നമ്മൾ ചെയ്തത്. ഈ ഒരു ടൈപ്പ് പ്രോബ്ലം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ വി ഹാവ് ഗോട്ട് ഓൾ ദി ആൻസേഴ്സ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് എൻതാൽപ്പി ആൻഡ് ഇന്റേണൽ എനർജി ഫോർ ദി സെക്കൻഡ് കണ്ടീഷൻ. Here is our next question. Find the state of steam. First case, temperature equals 90 degrees Celsius, entropy equal to 7.276 kilojoules per kilogram Kelvin. Second case, pressure is equal to 15 bar and internal energy equals 2300 kilojoules per kilogram. And third one, pressure equals 6 bar, enthalpy equals 2727 kilojoule per kilogram. സോ ദ ലാസ്റ്റ് പ്രോബ്ലം ഫോർ ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ നിങ്ങൾ ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് തന്നിട്ടുള്ളത് സ്റ്റീമിൻ്റെ സ്റ്റേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, സ്റ്റേറ്റ് കണ്ടുപിടിക്കുക. സ്റ്റേറ്റ് അത് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കേസ് പറഞ്ഞിട്ടുള്ളത് എന്താ, ടെമ്പറേച്ചർ ഈസ് ഗിവൺ 90 ഡിഗ്രി സെൽഷ്യസ് and entropy value is given 7.276 kilojoules per kilogram Kelvin. ഇത്രയും വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കുക. സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്
മറ്റേ വെറ്റ് സ്റ്റീം ആണെങ്കിൽ അതിൻ്റെ ഡ്രൈനസ് ഫ്രാക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അതേപോലെ ആ ഒരു പോയിന്റിൻ്റെ എസ് എഫ് വാല്യൂ, ഇപ്പോൾ എൻട്രോപ്പിയ തന്നുകൊണ്ട് എസ് എഫ് വാല്യൂം എസ് ജി വാല്യൂം കണ്ടുപിടിക്കുക എന്നതാണ് സ്റ്റേറ്റ് കണ്ടുപിടിക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മെയിൻലി നമ്മൾ അതിൻ്റെ ക്വാളിറ്റി കണ്ടുപിടിക്കുക എന്നാണ് സ്റ്റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ടെമ്പറേച്ചർ 90 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സ്റ്റീം ടേബിൾ എടുക്കുന്നു. സ്റ്റീം ടേബിളിൽ ടെമ്പറേച്ചർ ടേബിളിൽ 90 ഡിഗ്രി വരുന്ന സൈഡ് നോക്കുന്നു. സോ 90 ഡിഗ്രി വരുന്നത് ഇവിടെയാണ് അല്ലേ? അപ്പോൾ 90 ഡിഗ്രി വരുന്ന നേരത്തുള്ള അതിൻ്റെ പ്രഷർ മറ്റുള്ള വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക? നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എൻട്രോപ്പി വാല്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എസ് എഫ് വാല്യൂം എസ് ജി വാല്യൂം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. കാരണം മറ്റുള്ള വാല്യൂസൊന്നും നമുക്കിപ്പോൾ പ്രസക്തിയില്ല. അപ്പോൾ 90 ഡിഗ്രിയിൽ 90 ഡിഗ്രി സെൽഷ്യസിൽ എസ് എഫ് വാല്യൂ ഈസ് 1.193 and SG value is found to be 7.480. 7.480. അപ്പോൾ 1.193 7.480. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്. കിലോ ജൂൾസ് പെർ കിലോഗ്രാം. യൂണിറ്റ് വളരെയധികം പ്രസക്തിയാണ് തെർമോഡൈനാമിക്സിൻ്റെ യൂണിവേഴ്സിറ്റി പേപ്പറിൽ. അതിനൊക്കെ മാർക്സ് ഡിഡക്റ്റ് ചെയ്യും നിങ്ങൾ എഴുതിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇതാണ് കിട്ടിയത്. 90 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സാച്ചുറേറ്റഡ് കണ്ടീഷൻ നോക്കുമ്പോൾ ഇതാണ്. സാച്ചുറേറ്റഡ് കണ്ടീഷൻ പറയുമ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടെയാണ് ക്രിട്ടിക്കൽ. ഇത് സാച്ചുറേറ്റഡ് വേപ്പർ സ്റ്റേറ്റ് ആണ്. ഈ നേരത്തുള്ള എൻട്രോപ്പി എന്ന് പറയുന്നത് 7.480 ആണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എൻട്രോപ്പി 7.276 കണ്ടീഷൻ ആണെങ്കിൽ എന്നാണ്. അത് ഇതിൻ്റെ കേസ് ആയിട്ട് നോക്കുമ്പോൾ എന്താണ്? കുറവല്ലേ അല്ലേ? 7.2 ഈസ് ലെസ് ദാൻ 7.4. അപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? എസ് വാല്യൂ, എൻ്റെ എൻട്രോപ്പി വാല്യൂ ഈസ് ലെസ് ദാൻ എൻട്രോപ്പി ഓഫ് സാച്ചുറേറ്റഡ് വേപ്പറുടെ ഉള്ള എൻട്രോപ്പി. സോ ഇറ്റ് മീൻസ് മൈ സ്റ്റീം ഈസ് എ വെറ്റ് സ്റ്റീം. അതായത് ഈ ഡോമിൻ്റെ ഉള്ളിലാണ് എൻ്റെ പോയിന്റ് കിടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. വെറ്റ് സ്റ്റീമാണ്. അപ്പോൾ വെറ്റ് സ്റ്റീമാണെങ്കിൽ ഈ ഡോമിൻ്റെ ഉള്ളിലായതുകൊണ്ട് ഡ്രൈനസ് ഫ്രാക്ഷൻ്റെ ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് എൻട്രോപ്പി കാണാം. എൻട്രോപ്പി ഈസ് ഈക്വൽ ടു എസ് എഫ് പ്ലസ് എക്സ് ടൈംസ് എസ് ജി മൈനസ് എസ് എഫ്. കണ്ടൂടെ? ഈ എസ് വാല്യൂ എനിക്ക് അറിയില്ലേ? തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. എസ് വാല്യൂ തന്നിട്ടുണ്ട്. എസ് എഫ് വാല്യൂ അറിയില്ലേ? അതെ, നമ്മൾ സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചു. എസ് എഫ് വാല്യൂ കണ്ടുപിടിച്ചു. എസ് ജി വാല്യൂ അതും സ്റ്റീം ടേബിളിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് ഏത് മാത്രമേ കാണാനുള്ളൂ? എക്സ് വാല്യൂ എനിക്ക് ഇതിന്ന് കണ്ടുകൂടെ? എനിക്ക് കാണാം. ഓക്കെ, നൗ വി വിൽ സി. തന്ന വാല്യൂസ് നമ്മൾ അതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 7.276 ആണ് എസ് വാല്യൂ. That is equal to SF value is 1.193 plus X times SG minus SF, that is 7.480 minus 1.193. അപ്പോൾ ഇതിന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്യുമ്പോൾ എക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ I will get the value of X is equal to 0.97. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കേസിൽ ടെമ്പറേച്ചർ 90 ഡിഗ്രിയും എൻട്രോപ്പി 7.276 കേസും ആണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് എന്താ? The steam is wet. The steam is wet and dryness fraction is ഇത് നിങ്ങൾ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതുക. ഡ്രൈനസ് ഫ്രാക്ഷൻ ഈസ് എത്രയാ? 0.97 എന്ന് എഴുതുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ആയി. ഇനി രണ്ടാമത്തെ പാർട്ടിൽ എന്താ തരുന്നത്? രണ്ടാമത്തെ പാർട്ടിൽ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ദ പ്രഷർ ഈസ് ഗിവൺ ആസ് 15 ബാർ. ഇപ്പോൾ പ്രഷർ തരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രഷർ ടേബിൾ എടുക്കണം. ആൻഡ് ഇവിടെ രസകരം എന്ന് പറയുന്നത് എൻട്രോപ്പിയോ എൻതാൽപ്പിയോ ഒന്നും അല്ല തന്നുള്ളൂ, ഇൻറ്റേർണൽ എനർജിയാണ് തന്നത് 2300 കിലോ ജൂൾസ് പെർ കിലോഗ്രാം. ഇൻറ്റേർണൽ എനർജി എങ്ങാനും തന്നിട്ടുണ്ടെങ്കിൽ ആകെ നമുക്ക് അറിയുന്ന ഒരു ഇൻറ്റേർണൽ എനർജിയുടെ ഇക്വേഷൻ എച്ച് മൈനസ് പി വി ആണ്. അപ്പോൾ എച്ചും കാണേണ്ടി വരും, സ്പെസിഫിക് വോളിയം കാണേണ്ടി വരും. പ്രഷർ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നു. സോ ഇത് കുറച്ചുകൂടെ ലെങ്തിയർ ആയിട്ട് മാറും. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. സ്റ്റീം ടേബിൾ അറ്റ് 15 ബാറാണ്. അപ്പോൾ പ്രഷർ 15 ബാറുള്ള പ്രഷർ ടേബിൾ നമ്മൾ സ്റ്റീം ടേബിൾ നോക്കുന്നു. സോ പ്രഷർ ടേബിൾ എടുക്കുന്നു. ടെമ്പറേച്ചർ ടേബിൾ കഴിഞ്ഞിട്ടാണ് പൊതുവെ പ്രഷർ ടേബിൾ വരിക. ദ യൂണിറ്റ് എന്ന് പറയുന്നത് ബാർ തന്നെയാണ് തന്നത്. സോ 15 ഇവിടെ കറക്റ്റ് വരുന്നത് നമ്മൾ നോക്കിയാൽ മതി. സോ 15 ബാർ വരുന്ന കേസ് 12.5 എത്തി. സോ 15 ബാർ ഈസ് ഹിയർ. See,
കാണുന്നില്ലേ? 15 ബാർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഇൻറ്റേർണൽ എനർജിയാണ്. അപ്പോൾ നമ്മൾ എൻതാൽപ്പി വാല്യൂം കാണണം, എന്ത് കാണണം? സ്പെസിഫിക് വോളിയം കാണണം, ഇൻറ്റേർണൽ എനർജി ആയതുകൊണ്ട് അല്ലേ? സോ ഞാൻ ആ വാല്യൂസ് എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് കറസ്പോണ്ടിങ് വാല്യൂസ് നോക്കിയിട്ട് ഞാൻ നോട്ടിലേക്ക് മാറ്റുന്നു. സോ ഞാൻ എല്ലാ വാല്യൂസും ഞാൻ എന്ത് ചെയ്തു? നോട്ട് ചെയ്തു. എച്ച് എഫ് വാല്യൂ കണ്ടു, എച്ച് എഫ് ജി വാല്യൂ, എച്ച് ജി വാല്യൂ, സ്പെസിഫിക് വോളിയം ഇൻ ഫ്ലൂയിഡ് സ്റ്റേറ്റ് ആൻഡ് ഇൻ ഗേഷ്യസ് സ്റ്റേറ്റ് ഞാൻ കണ്ടു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് എന്തൊക്കെ കാണാം? സ്പെസിഫിക് ഇൻറ്റേർണൽ എനർജി ഇൻ സാച്ചുറേറ്റഡ് ലിക്വിഡ് സ്റ്റേറ്റ് കാണാം, യു എഫ് കാണാം. യു എഫ് എന്ന് പറഞ്ഞാൽ എച്ച് മൈനസ് പി വി അല്ലേ? അപ്പോൾ അത് എഫ് ആയതുകൊണ്ട്, ഫ്ലൂയിഡ് ആയതുകൊണ്ട് എച്ച് എഫ് മൈനസ് പി വി എഫ്. അതേപോലെ യു ജി എനിക്ക് കാണാം. എങ്ങനെ? എച്ച് മൈനസ് പി വിയിൽ ജി ആയതുകൊണ്ട് വി ജി ആൻഡ് എച്ച് ജി കണ്ടൂടെ? എല്ലാ വാല്യൂസും വി എഫ് അറിയാം, വി ജി അറിയാം, എച്ച് എഫ് എച്ച് ജി, എച്ച് എഫ് ആൻഡ് എച്ച് ജി ആ വാല്യൂസ് അറിയാം. അപ്പോൾ അത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഐ വിൽ ഗെറ്റ് യു എഫ് ഇസ് ഈക്വൽ ടു 842.87 കിലോ ജൂൾസ് പെർ കിലോഗ്രാം and UG is equal to 2592.395 kilojoules per kilogram. കിട്ടിയല്ലോ. അപ്പോൾ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി നമുക്ക് തന്നുകൊണ്ട് ഇൻറ്റേർണൽ എനർജിയുടെ 2 സ്റ്റേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിൻ്റെ ഡ്രൈനെസ് ഫ്രാക്ഷൻ കാണാൻ അങ്ങനെ ഒരു പരിപാടി ഉണ്ടോ, അതിൽ ഡ്രൈനെസ് ഫ്രാക്ഷൻ വരുമോ എന്നുള്ളത് നമ്മൾ നോക്കണം. ഇപ്പോൾ എൻ്റെ സാച്ചുറേറ്റഡ് വേപ്പറിൻ്റെ സ്റ്റേറ്റിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ 2592 വരുന്നത്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നത് എന്താ? 2300. അപ്പോൾ അതിനർത്ഥം ഈ നമ്മുടെ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ദാറ്റ് ഓഫ് സാച്ചുറേറ്റഡ്. അപ്പോൾ എന്താ? വെറ്റ് സ്റ്റീം തന്നെയാണ്. അപ്പോൾ വെറ്റ് സ്റ്റീം ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ഇക്വേഷൻസ് ഉപയോഗിച്ചൂടെ? ഏതാണ് ആ ഇക്വേഷൻ? ഇൻറ്റേർണൽ എനർജി കാണാനുള്ള ഇക്വേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. സേ ഐ ക്യാൻ സേ യു ഇസ് ഈക്വൽ ടു യു ഓഫ് എഫ് പ്ലസ് എക്സ് ടൈംസ് യു ജി മൈനസ് യു എഫ്. നിങ്ങൾ കണ്ടൂടെ? കാണാം. ഇതിൽ യു എഫ് അറിയില്ലേ? അറിയാം. യു ജി അറിയില്ലേ? അതും അറിയാം. യു ജി അറിയാം, യു എഫ് അറിയാം, യു എഫ് അറിയാം. സോ അതിൽ നിന്ന് ഈ യു എനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് താനും 2300. സോ അതിൽ നിന്ന് എനിക്ക് എക്സ് വാല്യൂ കിട്ടില്ലേ? എക്സ് വാല്യൂ കിട്ടും. സോ ഇഫ് യു ആർ ഡൂയിങ് ദ ഇക്വേഷൻ യു വിൽ സീ ദ പ്രോപ്പർലി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് യു ക്യാൻ സീ ദാറ്റ് ഡ്രൈനെസ് ഫ്രാക്ഷൻ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 0.83. സോ ഫൈനൽ സെൻറ്റൻസ് എനിക്ക് എന്ത് എഴുതാം? ദ സ്റ്റീം ഈസ് എ വെറ്റ് സ്റ്റീം, സ്റ്റീം ഈസ് വെറ്റ് സ്റ്റീം എന്ന് പറഞ്ഞിട്ട് എനിക്ക് എഴുതാം. നിങ്ങൾ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതണം, ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി കാണിക്കുന്നേ ഉള്ളൂ. ആൻഡ് ദ ഡ്രൈനെസ് ഫ്രാക്ഷൻ ഈസ് 0.83 എന്ന് നിങ്ങൾ സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതി വെച്ചാൽ സെക്കൻഡ് പാർട്ടും ഓക്കെയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ചില എക്സ്ട്രീം കേസിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പിന്നീട് എന്താ പ്രൊസീഡ് ചെയ്യാൻ അറിയില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സ്റ്റീം ടേബിളിൽ നിന്ന് വാല്യൂസ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പോൾ അതിന് വരെ നിങ്ങൾക്ക് സ്റ്റെപ്പിൻ്റെ മാർക്ക് കിട്ടും. ആ വാല്യൂസ് നോട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, യൂണിറ്റുകൾ എല്ലാം നിങ്ങൾ മാർക്ക് ചെയ്യണം. ഇല്ലെങ്കിൽ അതിന് മാർക്ക് എന്തായാലും ഇൻവിജിലേറ്റർ കുറക്കും. യൂണിറ്റ്സ് കൃത്യമായിട്ട് അതിലൊക്കെ ഉണ്ട്. നിങ്ങളത് കെയർലെസ് ആയി കഴിയുമ്പോഴാണ് ചിലപ്പോൾ അതിൻ്റെ മാർക്ക് കളയുന്നത്. സോ സെക്കൻഡ് കേസ് കഴിഞ്ഞു. നൗ ദ തേർഡ് കേസ് ആൻഡ് ദ ഫൈനൽ കേസ്. മൂന്നാമത്തെ കേസ് അവർ പറഞ്ഞത് എന്താ? മൂന്നാമത്തെ കേസ് അവർ പറഞ്ഞത് പ്രഷർ ഈസ് ഗിവൺ ആസ് 6 bar and enthalpy value is given as 2727 kilojoules per kilogram. നമ്മളിപ്പോൾ ആദ്യത്തേൽ നമുക്ക് ടെമ്പറേച്ചറും എൻട്രോപ്പിയും തന്നു, രണ്ടാമത്തേൽ പ്രഷറും ഇൻറ്റേർണൽ എനർജിയും തന്നു, ഇവിടെ പ്രഷറും എൻതാൽപ്പിയും തന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ശീലിച്ച് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. സോ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ പ്രഷർ 6 bar ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്റ്റീം പ്രഷർ ടേബിളിൽ നമ്മൾ നോക്കിയിട്ട് 6 barൻ്റെ വാല്യൂ എവിടെയാണ് വരുന്നത് നോക്കുക. സോ ഹിയർ ഇറ്റ് ഈസ് 6 bar. അപ്പോൾ 6 barന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് ചെയ്യുക? നമ്മളോട് എൻതാൽപ്പിയാണ് ചോദിച്ചത്. അപ്പോൾ എൻതാൽപ്പി വാല്യൂസ് മാത്രം എന്ത് ചെയ്യുക? നമ്മൾ നോട്ട് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ ആ വാല്യൂസ് നോട്ട് ചെയ്തു. എച്ച് എഫിൻ്റെ വാല്യൂ നോട്ട് ചെയ്തു, എച്ച് ജി വാല്യൂ നോട്ട് ചെയ്തു, എച്ച് എഫ് ജി നോട്ട് ചെയ്തു. ഇപ്പം നമുക്ക് ഗിവൺ എച്ച് എന്ന് പറഞ്ഞാൽ 2727. പക്ഷേ സാച്ചുറേറ്റഡ് കണ്ടീഷൻ വേപ്പർ സ്റ്റേറ്റിലുള്ളത് 2755. സോ ഇറ്റ് മീൻസ് മൈ എൻതാൽപ്പി വാല്യൂ ഈസ് ലെസ് ദാൻ എച്ച് ജി. അതിനർത്ഥം മൈ സ്റ്റീം ഈസ് എ വെറ്റ് സ്റ്റീം. അപ്പോൾ ഒരു സ്റ്റേറ്റ് കിട്ടി. ഇനി എനിക്ക് ഡ്രൈനെസ് ഫ്രാക്ഷൻ കാണണം. ഡ്രൈനെസ് ഫ്രാക്ഷൻ കാണാൻ എന്താണ്? എൻതാൽപ്പിയുടെ ഇക്വേഷൻ എച്ച് ഈസ് ഈക്വൽ ടു എച്ച് എഫ് പ്ലസ് എക്സ് ടൈംസ് എച്ച് എഫ് ജി. എച്ച് എഫ് ജി വാല്യൂ അറിയാം,
HF വാല്യൂ അതും അറിയാം. സോ H കണ്ടൂടെ, H വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ X വാല്യൂ കണ്ടൂടെ കാണാം. അപ്പം നമ്മൾ വാല്യൂസ് കറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I will get the value of X dryness fraction as 0.981. This is called 0.981. സോ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലത്തിൻ്റെ കേസിൽ. ഇനി മനസ്സിലാക്കാനുള്ള മറ്റൊരു കാര്യം, നമ്മൾ ചില പ്രോബ്ലം ചെയ്തപ്പോൾ നമ്മൾ കണ്ടിരുന്നു, സാച്ചുറേഷൻ ടെമ്പറേച്ചർ. ഒരു ഉദാഹരണം പറയട്ടെ, ഈ പ്രോബ്ലമായിട്ട് ബന്ധമല്ല, ഈ ഒരു കൺസെപ്റ്റും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബ്ലംസും സെക്ഷൻ കഴിഞ്ഞു, പ്യുവർ സബ്സ്റ്റൻസ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സെക്ഷനും കൂടെ പറയുന്നു. നമുക്കിപ്പോൾ സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കേസ്, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ എൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ സേ ഫോർ എക്സാമ്പിൾ ഇഫ് ഇറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഓക്കെ, അറ്റ് സം പർട്ടിക്കുലർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സം പർട്ടിക്കുലർ പ്രഷർ, അങ്ങനെ ആകുമ്പോഴാണ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ എന്ന് നമ്മൾ പറയാം. ഏതെങ്കിലും ഒരു പ്രഷറിന് എൻ്റെ സാച്ചുറേഷൻ ടെമ്പറേച്ചർ 100 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. ഞാനൊരു വെറുതെ റാൻഡമായിട്ടൊരു നമ്പർ പറയാം, 100 ഡിഗ്രി സെൽഷ്യസ്. പക്ഷേ ക്വസ്റ്റ്യനിൽ തന്നു ഗിവൺ സ്റ്റേറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 599 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് കരുതുക. which means my temperature is greater than that of saturating temperature and it is in superheated condition. Superheated steam ആണെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. ആണല്ലോ, സാച്ചുറേഷൻ 100 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ സാച്ചുറേഷൻ ആവും. പക്ഷേ എൻ്റെ കറണ്ട് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 599 ഡിഗ്രി സെൽഷ്യസിലാണ് ഇപ്പോൾ ആ സിസ്റ്റം ഉള്ളത്. അപ്പോൾ എന്തായിരിക്കും? സൂപ്പർ ഹീറ്റഡ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും, വാട്ട് ഈസ് ദ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്? ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്, സൂപ്പർ ഹീറ്റിൻ്റെ ഡിഗ്രി എത്രയാണ്? അപ്പോൾ ആ ഒരു ഇക്വേഷൻ നമ്മൾ ഓർത്തുക. ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദിസ് അവർ ടെമ്പറേച്ചർ T മൈനസ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ആണ് ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. ആ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ ഓർത്ത് വെക്കുക. ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെമ്പറേച്ചർ മൈനസ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഞാൻ റാൻഡം നമ്പർ പറഞ്ഞതാണെങ്കിൽ ഇറ്റ് ഈസ് 599 ഡിഗ്രി സെൽഷ്യസ് മൈനസ് സാച്ചുറേഷൻ ടെമ്പറേച്ചർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. സോ ഇറ്റ് വിൽ ബി ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് ഈസ് 499 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. ഇത്രയാണ് അതിൻ്റെ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ്. അപ്പോൾ ഈ ഒരു ടേം ചില പ്രോബ്ലങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഡിഗ്രി ഓഫ് സൂപ്പർ ഹീറ്റ് എന്നുള്ളത് നിങ്ങൾ അറിയാതിരിക്കരുത്. സോ ഇത്രയും പ്രോബ്ലംസ് ആണ് ഞാൻ ജസ്റ്റ് ഓൺലൈനിൽ നമുക്ക് ക്ലാസ് ആയിട്ട് ഡീൽ ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിൻ്റെ പ്രോബ്ലംസ് വീണ്ടും വീണ്ടും ടെക്സ്റ്റ് ബുക്കുകളിൽ നിങ്ങൾ റെഫർ ചെയ്തിട്ട്, സോൾവ് ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾ റെഫർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആൻസേഴ്സ് ചെയ്തു നോക്കുക. സൂപ്പർ ഹീറ്റഡ് കണ്ടീഷൻ ആയിട്ടുള്ള ചില പ്രോബ്ലംസുകളും നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. കാരണം ചിലപ്പോൾ നമുക്ക് സൂപ്പർ ഹീറ്റഡും ചോദിക്കാം. സൂപ്പർ ക്രിട്ടിക്കൽ കേസ് നമുക്ക് പൊതുവെ കണ്ടിട്ടില്ല. അതുകൊണ്ട് മാക്സിമം സാച്ചുറേറ്റഡും പിന്നെ കുറച്ച് സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള 1-2 പ്രോബ്ലം നമുക്കത് ചെയ്ത് ശീലം വേണം. എവിടെയാണ് സ്പെസിഫിക് വോളിയം, എവിടെയാണ് സ്പെസിഫിക് എൻതാൽപ്പി, ആ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ ഇങ്ങനെ ഒരു സ്വന്തമായിട്ടൊരു സ്റ്റീം ടേബിൾ ഉണ്ടായി അതിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യൂ, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ തന്നെ ക്ലാസ്സിൽ ചെയ്ത വേരിയസ് പ്രോബ്ലം, ഈ പ്രോബ്ലം തന്നെ എല്ലാം നിങ്ങൾ ഒറ്റക്കൊന്ന് സ്വയം ട്രൈ ഔട്ട് ചെയ്തിട്ട് ആൻസേഴ്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇഫ് യു ആർ ഗെറ്റിംഗ് ആൻസർ ഇറ്റ് മീൻസ് യു ആർ ഗുഡ് ഇൻ ഡൂയിങ് ദ ന്യൂമറിക്സ്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പാർട്ടാണ് പ്യുവർ സബ്സ്റ്റൻസിലെ ഈ ന്യൂമറിക്കൽ സെക്ഷൻ എന്ന് പറഞ്ഞ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ഇതിലൊരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കുന്ന കോലത്തിലേക്ക് പോരുത്. ഇറ്റ്സ് വെരി സിമ്പിൾ. സ്റ്റീം ടേബിൾസ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ, ഇത് എവിടെ തിരിക്കണം, എവിടെ നോക്കണം, എവിടെ മറിക്കണം എന്ന് നിങ്ങൾക്ക് കറക്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു. സോ വീണ്ടും നിങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ ടൈറ്ററായിട്ടും ടഫറായിട്ടുള്ള പ്രോബ്ലംസ് നോക്കുക. പഴയ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ക്വസ്റ്റ്യൻസ് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഏതെങ്കിലും ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഡൗട്ടോ ക്ലാരിറ്റി കുറവോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് സെക്ഷൻസിൽ നിങ്ങൾക്ക് കമൻറ്റ്സ് ഇടാം. അല്ലെങ്കിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് തന്നാൽ ഐ വിൽ ഹെൽപ്പ് യു ഇൻ സോൾവിങ് ദോസ് പ്രോബ്ലംസ് ഓൾസോ. സോ സ്റ്റഡി ദിസ് പാർട്ട് വെരി വെൽ. എന്തായാലും ഇതിൽ നിന്നൊരു ചോദ്യം യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടാവും. ആ പ്രോബ്ലം സെക്ഷൻ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം, പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് പ്രോബ്ലംസിൻ്റെ പ്രത്യേകത, പ്രോബ്ലംസ് നിങ്ങൾ കറക്റ്റായിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്സ്. നിങ്ങൾ എത്ര തിയറി എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ മാർക്ക് കിട്ടൂല. പക്ഷെ പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, കറക്റ്റായിട്ട് യൂണിറ്റ്സും വൃത്തിയിലും എല്ലാ കണ്ടീഷൻസും ഫ്രം സ്റ്റീം ടേബിൾ ഓരോ കണ്ടീഷൻസ് ആൻസർ കിട്ടുമ്പോൾ തസ് പ്രൂവ്ഡ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്സ് നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ
തരേണ്ടതാണ്, തരിക തന്നെ ചെയ്യും. സോ ആ ഒരു സീരിയസ്നെസ്സിൽ നിങ്ങൾ പ്രോബ്ലംസ് നിങ്ങൾ കാണുക, കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുക. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. ആൻഡ് ബൈ ദിസ് വീഡിയോ വി ഹാവ് കംപ്ലീറ്റഡ് ഹാഫ് ഓഫ് ദി മൊഡ്യൂൾ 4 സെക്ഷൻ വിച്ച് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് പ്യുവർ സബ്സ്റ്റൻസസ്. ഇനി അടുത്ത പാർട്ട് വളരെ എളുപ്പമാണ്. ഐഡിയൽ ഗ്യാസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ടേംസും കണ്ടീഷൻസ് ആണ്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ എ വെരി ഈസി പാർട്ട്. സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക് യു.